ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജേർണൽസ്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് വളരെ റെയറായിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്തൊരു വണ്ടിയായിരിക്കും പെട്രോൾ ഇന്നോവ. നമ്മളിപ്പോൾ ഈ വണ്ടി ചെയ്തിരുന്നു, ഡീസൽ ഇന്നോവ ചെയ്തിരുന്നു. ഇതിപ്പോൾ പെട്രോളാണ്. 2 ലിറ്റർ മാനുവൽ 2013 മോഡൽ, നല്ലൊരു ക്യൂട്ട് കളറോടെ കൂടി വരുന്ന വണ്ടിയാണ്. KL71 റീച്ച് ചെയ്ത വണ്ടിയാണ്. ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമുക്ക് 15 ഇഞ്ച് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ദിസ് ഇസ് എ വെരി കംഫർട്ടബിൾ കാർ. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സീറ്റ് കണ്ടോക്ക്. ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റ് കണ്ടോ, നമുക്ക് റീഡിങ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ സൺഷെയ്ഡ് വരുന്നുണ്ട്. ഓൾ ദിസ് ഇസ് എ വെരി ലക്ഷറിയസ് കാർ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ലൊരു വണ്ടിയാണിത്. ഈ ഒരു പെട്രോൾ ഇന്നോവ വളരെ റെയറാണ്. ഇത് KA രജിസ്ട്രേഷനാണ്. DL HR ഒന്നുമല്ല, കർണാടക വണ്ടിയായിരുന്നു. നമ്മളത് കേരളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. KL71 നിലമ്പൂർ രജിസ്ട്രേഷനിലേക്ക്. ഈ വണ്ടിക്ക് ഇവിടെ പനവലി കാസ്റ്റ് ചുങ്കത്തറയിൽ ചോദിക്കുന്നത് വെറും 7,60,000 രൂപയാണ്. ആൻഡ് അതിൽ കുറച്ച് ഇതൊക്കെ മാറ്റമൊക്കെ വരാം. ഞാൻ OLXൽ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് വാല്യൂ അറിയാൻ വേണ്ടി 2010 ഇന്നോവയ്ക്കൊക്കെ 8 ലക്ഷം രൂപ പെട്രോൾ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. കാരണം പെട്രോൾ വണ്ടി കിട്ടാൻ പണിയാണ്. പെട്രോൾ വണ്ടി വളരെ റെയറാണ്. പിന്നെ ഇത് ഏകദേശം 10 കിലോമീറ്റർ 11, 13 വരെയൊക്കെ നമുക്ക് പെട്രോൾ ഓടുമ്പോൾ കിട്ടും. പിന്നെ ഇതിൽ CNG കയറ്റാനുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. CNG കയറ്റി കഴിഞ്ഞാൽ നമുക്ക് 22 കിലോമീറ്റർക്ക് 1 കിലോഗ്രാമിന് പോകും. അപ്പോൾ CNG കയറ്റി കഴിഞ്ഞാൽ ദിസ് ഇസ് ബേസിക്കലി എക്കണോമിക്കൽ കാർ റൺ. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ വണ്ടി ഓടിക്കും പറയുന്നത് വളരെ സ്മൂത്താണ്. ഞാനിപ്പോൾ വണ്ടി അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ തന്നെ ഞാൻ വളരെ ഇത് വണ്ടി ഓണാണോ ഓഫാണോ ഒന്നും മനസ്സിലാവുന്നില്ല. 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. VVTi ടെക്നോളജി. നമുക്കിപ്പോൾ കൊറോള അൾട്ടീസ് പെട്രോളിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ടെക്നോളജിയാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിച്ചു തരാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ദിസ് പെട്രോൾ ഇന്നോവ ലുക്സ് ആൻഡ് ഫീൽസ് വെരി ഗുഡ്. പ്രത്യേകിച്ച് എനിക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ഫീൽ കറക്റ്റ് മനസ്സിലാക്കിയത്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഈ ഇന്നോവ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻറ്റീരിയറിൽ വരുന്നുണ്ട്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് മറ്റേ ഈ സ്ക്രീനുള്ള സിസ്റ്റം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ. പിന്നെ ദിസ് ഇസ് എ വെരി സ്പേഷ്യസ് കാർ. നല്ല രീതിയിലുള്ളൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ലൊരു പ്രീമിയം കാർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കി തരാം. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സൗണ്ട് കറക്റ്റ് നമുക്ക് ഇന്നോവയ്ക്ക് ഡീസൽ വണ്ടിക്ക് പോലെ തന്നെ. പക്ഷേ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല, കംപ്ലീറ്റ്ലി സൈലൻ്റായി. ആൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും വരെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊക്കെ വരുന്നുണ്ട്. വുഡൻ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ആയതുകൊണ്ട് നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളോട് വരുന്നുണ്ട്, ഡിസ്പ്ലേയുടെ കൺട്രോളോട് വരുന്നുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ദിസ് ഇസ് എ വെരി ഗുഡ് ആൻഡ് കംഫർട്ടബിൾ കാർ. എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിലെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ബാക്ക് സീറ്റിലൊന്നും ഇരുന്ന് കാണിച്ചതിന് കംഫർട്ട് എങ്ങനെയാണ്. ഈ ഇന്നോവയുടെ ബാക്കിലിരിക്കാനാണ് ഏറ്റവും കംഫർട്ടബിൾ. കയറാനും ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡോറിൽ വുഡൻ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ ദിസ് കാർ ഫീൽസ് വെരി മച്ച് ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് ആൻഡ് വെരി കംഫർട്ടബിൾ. എൻ്റെ സൈസ് 6 അടിയുടെ മേലെയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ഹൈറ്റ്. സോ എങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇതിൽ വണ്ടി ഇരിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി ആക്ച്വലി ഓണാണ് കേട്ടോ, പക്ഷേ ഒരു സൗണ്ടും ഉള്ളോട്ടില്ല, ഒരു സൗണ്ടും ഇല്ല, വൈബ്രേഷനിൽ ഒന്നുമില്ല. പിന്നെ ഗിയർ ലിവറിൽ എല്ലാം ഇന്നോവയ്ക്കുള്ള പോലെ ഒരു വൈബ്രേഷൻ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി സ്റ്റാർട്ടാണോ ഓഫാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ബാക്കിൽ AC വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉണ്ട്, ബാക്കിൽ AC വെൻ്റ് ഉണ്ട്. സോ ഇത് ഓണാക്കി നമുക്ക് ബാക്കിലുള്ളവർക്കും നല്ല കുളിർന്ന് പോകും. ബാക്കി ഒരു പെട്രോളിനോട് പെർഫോമൻസ് എങ്ങനെയുണ്ട്, പവർ എങ്ങനെയുണ്ട്, മൈലേജ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, ഓടിക്കാൻ എങ്ങനെയാണ് ഡീസൽ ഇന്നോവനേക്കാൾ എത്രയാണ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. സോ ഇതാണ് നമ്മുടെ പെട്രോൾ ഇന്നോവയുടെ ഹുഡ്. VVTi എന്നുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ കേട്ടോ. 2.0 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 136 HP, 185 സംതിങ് ടോർക്കാണ്. അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിക്കും പറയാം. ഓവറോൾ പെട്രോൾ ഇന്നോവ എങ്ങനെയുണ്ട്, ഡീസൽ വണ്ടിയിൽ എങ്ങനെയാണ് വ്യത്യസ്തത, ഡീസൽ ഇന്നോവയാണ് നമ്മളത് ഓടിച്ച് നമ്മുടെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീസൽ ആൻഡ് പെട്രോൾ ഇന്നോവ എന്നുള്ളതിന് ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സൊസൈറ്റിയിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കും. ഓക്കെ, നമ്മളിപ്പോൾ വളരെ റെയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഓടിക്കുന്നത്, പെട്രോൾ ഇന്നോവ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ തന്നെയാണ്. കാരണം ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ നല്ല പവർഫുള്ളാണ്. കാരണം അതുപോലെ തന്നെ ഭയങ്കര റിഫൈൻഡും ആണ്. പിന്നെ ടൊയോട്ട ഇതിന് വളരെ ബെനിഫിഷ്യറി ആയിട്ടൊരു കാര്യം കൊടുത്തതെന്ന് വെച്ചാൽ, സാധാരണ പെട്രോൾ എഞ്ചിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സെക്കൻഡിലൊക്കെ കുറേ സെക്കൻഡ് 80, 90, 100 ഒക്കെ വലിക്കും. പക്ഷേ ഇതിൽ നല്ല ഷോർട്ട് ഗിയറിംഗ് ആണ്. ഷോർട്ട് ഗിയറിംഗ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റി പോകുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ഡീസൽ എഞ്ചിൻ്റെ ടോർക്കില്ലായ്മ ഇതിനൊരിക്കലും ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ ടോർക്കില്ല എന്നല്ല, ഏകദേശം 190 Nm ഓഫ് ടോർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു അണ്ടർ പവർഡ് ആയിട്ട് ഈ ഒരു വണ്ടി തോന്നുന്നില്ല. പിന്നെ ഈ ഒരു വണ്ടി പെട്രോളിൽ ഓടിക്കാൻ നമുക്കൊരു 10 to 13 ഉള്ളിലാണ് മൈലേജ് കിട്ടുക. പക്ഷേ നമുക്ക് CNG കയറ്റാനുള്ള ഒരു പ്രൊവിഷൻ ഇതിനുണ്ട്. CNG കയറ്റി കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 22 കിലോമീറ്റർ വരെ 1 കിലോ CNGയിൽ കിട്ടും. പിന്നെ ഇന്നോവ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നല്ല രസം. പിന്നെ തേർഡിലൊക്കെ ഉണ്ട്, വലിക്കുന്നുണ്ടോ, ഒരു ഡീസൽ എഞ്ചിൻ്റെ ക്യാരക്ടറാണ് കേട്ടോ ഈ വണ്ടിക്ക്. പെട്രോൾ എഞ്ചിൻ പോലെ ഭയങ്കര ഇങ്ങനെ വലിച്ച് ഹൈ എൻഡ് റെവ് ഹാപ്പി എഞ്ചിനല്ല. അതൊരു ഡീസൽ എഞ്ചിൻ്റെ പോലെ പെട്ടെന്ന് മാറ്റി പോകേണ്ട ഒരു എഞ്ചിനാണിത്.
നമുക്കിനി യൂ ടേൺ ഒക്കെ എടുക്കുമ്പോൾ എത്രത്തോളം എളുപ്പമാണ് ഞാൻ കാണിച്ചു തരാം. ഡീസൽ എഞ്ചിനേക്കാളും ഒരു വ്യത്യാസം എനിക്ക് തോന്നി, ഇതിന് വെയിറ്റ് കുറവുണ്ട്. ഡീസൽ എഞ്ചിനേക്കാളും പെട്രോൾ എഞ്ചിനേക്ക് വെയിറ്റ് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറവാണ്. അതുപോലെ തന്നെ കുറച്ച് എഫേർട്ട് കുറവുണ്ട്, കാരണം ക്ലച്ചിൻ്റെ വെയിറ്റും അങ്ങനത്തെ കുറച്ചുള്ളൊരു അത്ര ഒരു ഡീസൽ വണ്ടിയുടെ ഒരു ഹെവി ഫീൽ അല്ല ഇതിൽ. ഒരു ചെറിയ വണ്ടി ഓടിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ഓടിച്ചു പോകാൻ സാധിക്കും. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു ഇന്നോവ നിങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ ഓട്ടം കുറവുള്ള ഒരാൾക്കൊക്കെ പെട്രോൾ ഇന്നോവ വളരെ ഗുണമുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് വെറും 7,60,000 രൂപയാണ്. 2013 76,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സോ നമ്മുടെ വണ്ടിയുള്ളത് പനോലി യൂസ്ഡ് കാസിനാണ്, ചുങ്കത്തറ, നെൽബൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ചുങ്കത്തറ. സോ നിങ്ങൾ ഈ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ കംഫർട്ട് വൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. റൈഡ് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. പിന്നെ 7 ആൾക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ബാക്ക് സീറ്റിലും കാര്യങ്ങളും സ്പേസൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നല്ലൊരു 7 സീറ്ററാണ് വണ്ടി. സോ 4 ആൾക്ക്, ഒരു 4 വലിയ ആൾക്കാർക്ക് സുഖസുന്ദരമായിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇരുന്ന് പോകും. പിന്നെ ഏറ്റവും ബാക്കിൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കുക. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫാമിലി കാറാണ് ഈ വണ്ടി. പിന്നെ ഈ ഒരു ഇന്നോവയ്ക്ക് വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല. 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ഒരു ടൊയോട്ടയെ സംബന്ധിച്ചോളം 76,000 കിലോമീറ്റർ ഒരു ഓട്ടമേ അല്ല. പിന്നെ വിസിബിലിറ്റി നല്ല സുഖമുണ്ട്, കാരണം നമ്മൾ അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സിറ്റിയിൽ ഇത്ര വലിയ വണ്ടി ആണെങ്കിലും ഓടിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പെട്രോൾ ഇന്നോവയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ, വണ്ടി ഭയങ്കര റെയറാണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്നത് സൗണ്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ വരും. ഞാൻ നേരത്തെ കാറ്റടിക്കാനൊന്ന് വണ്ടി പോയിരുന്നു, എയർ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ എന്നോട് അവർ ചോദിച്ചത് എന്താ ഈ വണ്ടിക്ക് സൗണ്ട് ഇല്ലാത്തതെന്ന്. സോ അവർ വിചാരിച്ചത് എന്തോ ഒരു തകരാറുള്ളതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാത്തത്. കാരണം പെട്രോൾ ഇന്നോവയാണ് ഇത്. ഇന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം പെട്രോൾ ഇന്നോവ അധികം കാണാൻ കിട്ടാത്തൊരു വണ്ടിയല്ലേ. എല്ലാ ഇന്നോവയും ഡീസലായിരിക്കും. അതുകൊണ്ട് പെട്രോൾ വണ്ടി കിട്ടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് പറഞ്ഞാൽ വളരെ റെയർ വണ്ടിയാണെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീസൽ വണ്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലും മിഡ് റേഞ്ച് സ്ട്രോങ് ആണ്, പക്ഷേ ടോപ്പ് എൻഡ് ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ടോപ്പ് എൻഡും അത്യാവശ്യം സ്ട്രോങ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡിലുള്ള പുള്ള് നമുക്ക് കാണാവുന്ന പോലെ നല്ല രീതിയിലുള്ളൊരു പുള്ള് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്ലോ ആക്കിയത്. ആ ഒരു 40 to 60, 70 ഒക്കെ നമുക്ക് സെക്കൻഡ് തന്നെ നല്ല രീതിയിൽ പുള്ള് കിട്ടും. ഇപ്പോൾ തേർഡിലൊക്കെ 60 എടുക്കുകയാണെങ്കിൽ ഇറ്റ് പുൾസ് ആൻഡ് പുൾസ് ആൻഡ് പുൾസ്. നമുക്ക് ഡീസൽ വണ്ടി ഏകദേശം 17 seconds ആണ് 0 to 100, വേറെ ഈ പെട്രോൾ വണ്ടി 0 to 100 ഏകദേശം 11 seconds ആണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ മുന്നേ എന്നോട് പറഞ്ഞിരുന്നു, അവൻ ബാംഗ്ലൂർക്ക് പെട്രോളിനുമായിട്ട് പോയ സമയത്ത് ടോപ്പ് സ്പീഡ് ഏകദേശം 180 കടക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മൾ ശരിക്കും കൊണ്ട് ചവിട്ടി ഓടിക്കുകയാണെങ്കിൽ ദിസ് കാർ ഇസ് പ്രോപ്പർലി ഫാസ്റ്റ്. നിങ്ങൾക്ക് മറ്റുള്ള സാധാ ഇന്നോവയിൽ നിന്ന് വ്യത്യസ്തമായി അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു റിഫൈൻമെൻറ്റും വലിയ ഓട്ടമൊന്നും ഇല്ലാതെ ഓടിക്കാൻ, ഓട്ടോ ഉള്ളവർക്കാണെങ്കിൽ സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു കംപ്ലൈൻറ്റും വരാതെ VVTi ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് ഈ ഒരു പെട്രോൾ ഇന്നോവ. സോ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന കോൺടാക്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.